കേരളത്തിൽ കാലവർഷം സജീവമാകുന്നതോടെ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മളിൽ പലരും തിരിച്ചറിയാതെ പോകുന്ന അതീവ ഗുരുതരമായ ഒരു ജൈവിക യാഥാർത്ഥ്യമുണ്ട്. ഈ മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുരുതരമായ എലിപ്പനി ബാധിച്ചവരിൽ 30 മുതൽ 40% വരെ ആളുകൾക്ക് വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായി തകരാറിലാകുന്ന അവസ്ഥ അഥവാ റീനൽ ഫെയിലർ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ആ ഞെട്ടിക്കുന്ന സത്യം. ലളിതമായി പറഞ്ഞാൽ എലിപ്പനി പരത്തുന്ന ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് രക്തത്തിലൂടെ നേരെ നമ്മുടെ ശരീരത്തിന്റെ ഫിൽട്ടറേഷൻ സിസ്റ്റമായ വൃക്കകളെയാണ് ലക്ഷ്യമിടുന്നത്. ഈ അണുബാധ വൃക്കകളിലെ കോശങ്ങളെ നശിപ്പിക്കുകയും രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചെടുക്കാനുള്ള ശേഷി താൽക്കാലികമായി പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ശരീരത്തിൽ മാരകമായ അളവിൽ ടോക്സിനുകൾ അടിഞ്ഞുകൂടുകയും കടുത്ത പനി, കനത്ത പേശിവേദന, പ്രത്യേകിച്ച് കണങ്കാലിലെ പേശികളിൽ ഉണ്ടാകുന്ന കഠിനമായ വേദന, മൂത്രത്തിന്റെ നിറം വ്യത്യാസപ്പെടുക എന്നിവ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ കൃത്യമായ ചികിത്സ ലഭിക്കാതിരുന്നാൽ താൽക്കാലികമായി ഡയാലിസിസ് പോലും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. പ്രത്യേകിച്ച് വിട്ടുമാറാത്ത വൃക്കരോഗമുള്ളവർക്കോ ഡയാലിസിസ് ചെയ്യുന്നവർക്കോ ഈ മഴക്കാലം ശ്വാസകോശ അണുബാധ, മൂത്രനാളിയിലെ അണുബാധ തുടങ്ങിയ കൂടുതൽ മാരകമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇതിലും വലിയ അപകടം ഉണ്ടാകുന്നത് നമ്മൾ സ്വയം ചെയ്യുന്ന ചില അബദ്ധങ്ങളാണ്. പനിയോ ശരീരവേദനയോ വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഐബുപ്രോഫിൻ, ഡൈക്ലോഫിനാക് തുടങ്ങിയ വേദന സംഹാരികൾ സ്വയം വാങ്ങി കഴിക്കുന്നത് നിങ്ങളുടെ വൃക്കകളെ നേരിട്ട് തകർക്കുന്ന പ്രവൃത്തിയാണ്. ഈ മാരകമായ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും സൗജന്യമായി നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ചില ലളിതമായ ജീവിതശൈലി ക്രമീകരണങ്ങൾ നമ്മൾ പാലിച്ചേ മതിയാകൂ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുന്ന കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എലിപ്പനി പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കൃത്യമായി കഴിക്കാൻ മറക്കരുത്. പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ളവർ മഴക്കാലത്ത് കൃത്യമായി രക്തം പരിശോധിച്ച് അളവ് പരിധിക്കുള്ളിൽ നിർത്തണം. കൂടാതെ വിട്ടുമാറാത്ത വൃക്കരോഗമുള്ളവർ മഴക്കാലത്ത് ദാഹം കുറവാണെങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ മാത്രം വെള്ളം കുടിക്കണം. പച്ചക്കറികളും പഴങ്ങളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കണം. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക എന്ന കാര്യങ്ങൾ കർശനമായി പിന്തുടരണം. നമ്മുടെ ശരീരത്തിന്റെ ഫിൽട്ടറുകളായ വൃക്കകളെ സംരക്ഷിക്കാൻ ഈ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ച് നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഈ മഴക്കാലത്ത് സുരക്ഷിതരാക്കണം.